വിഷുവൊക്കെ അല്ല. അപ്പോൾ നമുക്കൊരു പായസം ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല അടിപൊളി പഴുത്ത മാങ്ങയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഓട്സ് ഉണ്ട്. ഇത് രണ്ടും വെച്ച് നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ? വളരെ ഈസിയാണ്. അപ്പോൾ നോക്കിയാലോ? അപ്പോൾ ആദ്യമേ തന്നെ ചൂടായ പാനിലേക്ക് നെയ്യും പിന്നെ നമുക്ക് ഓട്സ് ഇട്ട് കുറച്ച് ആവശ്യത്തിന് ഓട്സ് ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക. അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒന്ന് ഹാഫ് കുക്കായാൽ മതി. അതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മാമ്പഴം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം പിന്നെ ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി, വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. ഞാനിവിടെ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശർക്കര ആഡ് ചെയ്ത ശേഷം ഇതിൽ വേണം വേവാൻ വേണ്ടി. ഇതിലേക്ക് ഞാൻ കുറച്ച് ചുക്കും അതുപോലെ ഏലക്കായി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്യുന്നുണ്ട്. പായസം റെഡി ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ കളറുണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ കളറൊക്കെ ഇരിക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്. ചൂടുണ്ട്. ഇതൊരു മാങ്ങ പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൊള്ളാം, ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത് വരയ്ക്കുന്നവരെ